ഹലോ ഗൈസ്, ഇന്നലെ കുഞ്ഞേച്ചിന്റെ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാനിട്ട ഈ ഡ്രസ്സ് ക്രിസ്മസിന്റെ സമയത്ത് ഞാൻ കാണിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫ്രോക്ക്. മേടിക്കാൻ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഞാനും ചിന്നും അമ്മയും കൂടിയാണ് കേട്ടോ പോകുന്നത്. എത്ര വയ്യെങ്കിലും അച്ഛമ്മ ഞങ്ങൾ എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ കൊലായിൽ വന്ന് ഇരിക്കും കേട്ടോ. അങ്ങനെ അച്ഛമ്മനോട് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എന്തെങ്കിലും പലഹാരം മേടിക്കാന്ന് വെച്ച് ആദ്യം പോയത് ബേക്കറിയിലേക്കാണ്. അവിടെയാണെങ്കിലും മൊത്തം മധുരമുള്ള സാധനങ്ങൾ. അങ്ങനെ 2-3 ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്ന്. അപ്പൊ തന്നെ ബസ്സും കിട്ടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ കുഞ്ഞേച്ചിന്റെ വീട്ടിലെത്തിയിട്ടോ. കുറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞതാണ് കുഞ്ഞേച്ചി എന്ന് ഞാൻ പറയുന്നത് എന്റെ അമ്മയുടെ അനിയത്തിനെയാണ് കേട്ടോ. അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് മുറ്റത്ത് ഇറങ്ങിയപ്പോഴാണ് മിന്നുട്ടി അവളുടെ കൃഷി കൊണ്ടുപോയി കാണിച്ചത്. നോക്കിയ 2 പയറുണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെയുള്ള പാടത്തേക്ക് പോയി. കുഞ്ഞേച്ചിന്റെ വീട്ടിലാണെങ്കിൽ പശുക്കൾ ഉണ്ട് കേട്ടോ. മെയിൻ ആയിട്ട് അവരിങ്ങോട്ട് വരാറുള്ളത് പശുവിന് പുല്ലരിയാൻ വേണ്ടിയിട്ടാണ്. സത്യം പറയാലോ, നല്ലൊരു വൈബായിരുന്നു കേട്ടോ അതിലൂടെ ഇങ്ങനെ നടന്നു പോവാൻ. ഇതുപോലുള്ള സ്ഥലം ഈ അടുത്തൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മൊത്തം തെങ്ങും തോടും ആയിട്ട് നല്ല രസം. അതിനിടയ്ക്ക് ചിന്നു എന്നോട് പറയാണ്, നീ ഓടി വാ, ഞാൻ വീഡിയോ എടുത്തു തരാന്ന്. അതും കേട്ട് ഞാൻ ഓടിയപ്പോ അവള് പറയാണ്, മത ഇളകിയ വിത്തുകാളേനെ പോലെ ഉണ്ട്. എന്നെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഊക്കാൻ അവളെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. തെങ്ങും തോടും മാത്രല്ല, എല്ലാ മാവുമ്പലും നിറച്ച് മാങ്ങയുണ്ടായിരുന്നു. പറിക്കാൻ പോയില്ല, വീട് കടന്നതൊക്കെ ഞങ്ങൾ പെറുക്കി തിന്ന്. അങ്ങനെ കുറെ സമയം അവിടെ തിരിഞ്ഞു കളിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചത്. പോകുമ്പോൾ ഈ തെങ്ങ് ചിന്നു നോട്ടം വിട്ട് വെച്ചതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിൽ വലിഞ്ഞു കയറി. അതുമ്പോൾ അങ്ങ് കയറി ഇരുന്ന് എന്നോട് ആട്ടുന്ന്. ഒരാട്ട് ഞാൻ കൊടുത്തതാണ്, പക്ഷെ ആ ആട്ടല്ലാന്ന് പറഞ്ഞ അമ്മേനെ കൊണ്ട് ഇത് ആട്ടിക്കുന്നുണ്ടേ. തിരിച്ച് കുഞ്ഞേച്ചിന്റെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. ചായക്കാണെങ്കിൽ പത്തിരിയും ചിക്കൻ കറിയും ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. പോകുമ്പോൾ ബസ് കയറുന്നവരെ കുഞ്ഞേച്ചി റോട്ടുമ്മൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടാറ്റാ.